ഡിവൈഎഫ്ഐയുടെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം, ഹൃദയപൂർവ്വം എന്നവർ നാമകരണം ചെയ്ത പ്രവർത്തനം, അതിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർക്കും ഭക്ഷണം ജനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ശേഖരിച്ച് നൽകുന്ന മാതൃകാപരമായ ഈ പ്രവർത്തനത്തിൽ ഇതാദ്യമായിട്ടല്ല ഞാൻ പങ്കുചേരുന്നത്. പത്തനംതിട്ടയിൽ ഒരു വിശേഷ ദിവസം ഞാൻ ചെന്നപ്പോൾ, പാർട്ടി പരിപാടിക്ക് ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെ ഓണത്തിനടുത്ത ദിവസമായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ സദ്യ വിളമ്പുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. പിന്നെ കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഒന്നിലധികം തവണ ഇതേ പരിപാടി പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിൽ ഏറ്റവും മനോഹരമായൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ചില ജോലികൾ ഡിവൈഎഫ്ഐയെ പോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഈ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനം 1/4 നൂറ്റാണ്ട് മുമ്പാണ് കേരളത്തിൽ നടന്നത്. 1999-2000. അതായത് ഇതിപ്പം ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചിട്ട് നിൽക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് കടക്കുക. പക്ഷെ 1999-2000 എന്തായിരുന്നു പ്രത്യേകത? ഒരു പതിറ്റാണ്ടിൽ നിന്ന് വേറൊരു പതിറ്റാണ്ടിലേക്ക് മാറുന്നു, ഒരു നൂറ്റാണ്ടിൽ നിന്ന് വേറൊരു നൂറ്റാണ്ടിലേക്ക് മാറുന്നു, ഒരു സഹസ്രാബ്ദത്തിൽ നിന്ന് വേറൊരു സഹസ്രാബ്ദത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ളൊരു ഗംഭീരമായ നിമിഷമായിരുന്നു 1999 ഡിസംബർ 31 2000 ജനുവരി 1. അന്നാണ് മാനവീയം എന്ന് പറഞ്ഞൊരു പരിപാടി അന്നത്തെ നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ നടന്നത്. നിങ്ങളിൽ പലരും അന്ന് ഉണ്ടായിട്ടുണ്ടാകും. 25 വർഷം മുമ്പാണ്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് തമ്പാനൂർ ഒരു ആശുപത്രി ഉണ്ടല്ലോ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ആശുപത്രി. ഞാനത് ഓർക്കാൻ കാരണം, മാനവീയത്തിന്റെ ഭാഗമായി അവിടെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു കൊടുത്തു ജനങ്ങൾ, സന്നദ്ധ പ്രവർത്തനം. നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിനോട് മതിലിനോട് ചേർന്ന് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സെന്ററിന്റെ എതിർവശത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്, മാനവീയത്തിന്റെ സമയത്ത് നിർമ്മിച്ചത്. ഇങ്ങനെ കേരളത്തിലുടനീളം പലതും നടന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ കൂടുതൽ സമയം ഇനി ഇയാൾ എത്ര നേരം സംസാരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അധികം ഞാൻ പറയുന്നില്ല, ഞാൻ തന്നെ ആത്മനിയന്ത്രണം പാലിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോർപ്പറേഷനോ ഗവൺമെന്റോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ചെയ്യുന്നത് പോലെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നത് പോലെ സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാം. ഈ ആശയം പ്രബലമാണ്. ആ മേഖലയിൽ ഡിവൈഎഫ്ഐ കേരളത്തിൽ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു, 100 കോടി രൂപ 20 കോടി രൂപ 20 കോടി രൂപയിലധികം സ്വീകരിച്ചിട്ട് 100 വീടുകൾ പിന്നെ മറ്റേ വയനാട്ടിലെ ചൂരൽമലയിൽ നിർമ്മിച്ചു കൊടുക്കാൻ പലരും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും, സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു, എൻ്റെ പേപ്പറിന്റെ ജോലികൾ പൂർത്തിയായാൽ മതി എന്നൊക്കെ പറഞ്ഞ ആരാന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് ഇവർ ചെയ്യുകയാണ്. സ്ക്രാപ്പ്, ആളുകൾ വേണ്ടാതെ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് 10 കോടിയിലധികം രൂപ ഇവര് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. അപ്പം ആ പാതയിലെ ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. പക്ഷെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, പിൻവാതിൽ നിയമനത്തിനെതിരായിട്ടുള്ള സമരം നടത്തിയിട്ട് പിന്നീട് മന്ത്രിയും സ്പീക്കറും ഒക്കെ എം വിജയകുമാർ എന്ന ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ കിടന്നു വിജയകുമാർ ആ സമരത്തിൽ പങ്കെടുത്തത്. ഈ മെഡിക്കൽ കോളേജിൽ എങ്ങനെയാ കിടന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? മൂക്കിന്റെ പാലം അടിച്ച് തകർത്ത് മരണാസന്നനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം വിജയകുമാർ കിടന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് ഡിവൈഎഫ്ഐ. അപ്പൊ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അവകാശ സമരങ്ങളും നടത്തും. പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി
പൊതിച്ചോറുണ്ടാക്കി കൊടുക്കും, വീട് നിർമ്മിച്ചു കൊടുക്കും. ഇത്തരത്തിലുള്ള രക്തദാനം. പിന്നെ കോവിഡിന്റെ നാളുകളിൽ കോവിഡ് വന്ന് ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കുന്ന ജോലി ഏറ്റെടുക്കാൻ ആളുകൾ ഭയന്ന് നിന്നപ്പോൾ കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണത് നിർവഹിച്ചത്. എനിക്ക് സ്വന്തം അനുഭവമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള ബെറ്റിയുടെ അനിയൻ പോള് മരിച്ചു, കോവിഡ് ബാധിച്ചു തൃശ്ശൂരിൽ. ഞങ്ങളപ്പോൾ അവിടെ ഉണ്ട്. ഡിവൈഎഫ്ഐയുടെ സഖാക്കളാണ് പോളിൻ്റെ സംസ്കാര ചടങ്ങിന് എല്ലാ ജോലികളും ചെയ്തത്. അപ്പോൾ ഡിവൈഎഫ്ഐ കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. ഈ 9ാം വർഷം മെഡിക്കൽ കോളേജിലെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ 9ാം വർഷം നാം എല്ലാം ആഘോഷിക്കേണ്ടതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിഭജനങ്ങൾക്കും എതിരാണിത്. ഏത് മതത്തിലോ ജാതിയിലോ പെട്ട ആളിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് ഈ പൊതിച്ചോറെന്നറിയാതാണ് ഇവരെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്നത്. എത്ര മനോഹരമായൊരു നിമിഷമാണ്. ആശുപത്രിയിൽ അത് എപ്പോഴും നടക്കാറുണ്ട്. രക്തദാനം ജാതിയും മതവും നോക്കിയിട്ടാണോ രക്തം സ്വീകരിക്കുന്നത്? ഇന്നലെ കൊല്ലത്ത് ഞാൻ പോയപ്പോൾ അവിടെ മോഹനചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു ഡോക്ടർ അപകട മരണത്തിൽപ്പെട്ടു. മസ്തിഷ്ക മരണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം, നേത്രപടലങ്ങൾ, കാഴ്ചയ്ക്ക് ബാക്കി ശരീര അവയവങ്ങൾ മുഴുവൻ അദ്ദേഹം സംഭാവന ചെയ്തു. ഈ അവയവദാനം സംഭാവന ആ രംഗത്തും രക്തദാനത്തെ പോലെ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാൻ അനുമോദനം അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ നേരുന്നു. അതിനെക്കുറിച്ച് ഇന്നലെ സഖാവ് എം വി ഗോവിന്ദൻ മാഷ് നിങ്ങളോട് പ്രതികരിച്ചല്ലോ. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായിട്ടുള്ള SNDP യോഗത്തിന്റെ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ആ നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ചരിത്രപരമായി വഹിച്ച പങ്കിനോടെല്ലാം നമുക്ക് ബഹുമാനമുണ്ട്. എന്നാൽ ചില സമയത്ത് അദ്ദേഹം അങ്ങനൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പറയേണ്ടത് മാത്രമല്ല പറയുന്നത്, അല്ലാതെ വിവാദമാകുന്ന നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില അഭിപ്രായങ്ങളും അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, യോജിക്കാവുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നതിനെ നമ്മൾ സ്വീകരിക്കും, അല്ലാത്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയും. ആ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് ഓരോരുത്തർ നടത്തുന്നതിനോട് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല. ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. ബാക്കിയെല്ലാം ഇവിടെ ആളുകൾ ചർച്ച ചെയ്യുന്നതല്ലേ, വേറൊന്നുമില്ലല്ലോ. താങ്ക് യു.